ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള ഒരു ചെറിയ പുസ്തകശാല. അവിടെ ഒരു വൃദ്ധൻ പഴയ പുസ്തകങ്ങൾ ബൈൻഡ് ചെയ്ത് വിൽക്കാറുണ്ട്. കടയുടെ ഒരു മൂലയിൽ ഒരു മേശ നിറയെ വർത്തമാന പത്രങ്ങളും മാസികകളും അയാൾ അടുക്കി വെച്ചിട്ടുണ്ട്. വരുന്നവർക്കെല്ലാം അവിടെ ഇരുന്ന് സൗജന്യമായി വായിക്കാം. ചില പതിവുകാർക്ക് അയാൾ സൗജന്യമായി വീട്ടിൽ കൊണ്ടുപോകാനും നൽകാറുണ്ട്. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വഴിയാത്രക്കാരൻ അയാളോട് ചോദിച്ചു, ഈ പത്രങ്ങൾക്കും മാസികകൾക്കും നിങ്ങൾ വില വാങ്ങാത്തതെന്ത്? ഇതിനും നല്ല വിലയുള്ളതല്ലേ? വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പുസ്തകങ്ങൾ ബൈൻഡ് ചെയ്യുന്നതിലൂടെ എനിക്ക് മാന്യമായ വരുമാനം ലഭിക്കുന്നുണ്ട്. എനിക്ക് ജീവിക്കാൻ അത് ധാരാളം മതി. എൻ്റെ മക്കൾ അയച്ചു തരുന്നതാണ് ഈ മാസികകളെല്ലാം. അവ എന്നെ സംബന്ധിച്ച് അധികമാണ്. എനിക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് നൽകുന്നതാണ് എന്നെ സംബന്ധിച്ച് പൂർണ്ണത. സുഹൃത്തുക്കളെ, തൃപ്തി എന്നത് ഒരു മനോഭാവമാണ്. ആഗ്രഹിച്ചതെല്ലാം നേടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നതല്ല തൃപ്തി, മറിച്ച് തനിക്ക് ആവശ്യമുള്ളത് എത്രയെന്ന് തിരിച്ചറിയുകയും അതിനപ്പുറമുള്ളത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന മനസ്ഥിതിയാണത്. എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും മതിവരാത്ത മനുഷ്യസഹജമായ ആർത്തിക്ക് അതിരുകൾ നിശ്ചയിക്കാൻ ആർക്കും കഴിയില്ല. അത് ഓരോരുത്തരും സ്വയം നിശ്ചയിച്ച് പ്രാവർത്തികമാക്കേണ്ട ഒന്നാണ്. കൂടുതലൊന്നും ലഭിക്കാനില്ലാത്തത് കൊണ്ട് ഒരു കാര്യം വേണ്ടെന്ന് വെക്കുന്നത് തൃപ്തിയല്ല, മറിച്ച് നിവൃത്തികേടാണ്. എന്നാൽ മറ്റൊരു വരുമാനത്തിനോ നേട്ടത്തിനോ സാധ്യതയുണ്ടായിട്ടും എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞ് അതിൽ നിന്നും മാറി നിൽക്കുന്നതാണ് യഥാർത്ഥ സംതൃപ്തി. കൂടുതൽ നേടാനുള്ള അവസരത്തെ ബോധപൂർവം വേണ്ടെന്ന് വെക്കുന്നത് വലിയൊരു ധാർമ്മിക വിജയത്തിന്റെ അടയാളമാണ്. സ്വത്തോ പദവിയോ പേരോ എന്തുമാകട്ടെ, ഒന്നുമില്ലാത്തപ്പോൾ തോന്നും ഏതെങ്കിലും ഒന്ന് മാത്രം മതിയെന്ന്. എന്നാൽ ഒന്ന് കിട്ടിയാൽ പിന്നെ അതിന്റെ മേന്മയിലും ഗുണത്തിലും മെച്ചപ്പെട്ടത് തേടിയുള്ള നെട്ടോട്ടമായി. ഈ കൊതി അവസാനിക്കാത്തിടത്തോളം കാലം മതി എന്ന മനോഭാവം ഉണ്ടാകില്ല. എല്ലാ പ്രശ്നങ്ങളുടെയും കാതലായ കാര്യം ഈ തികയാത്ത അവസ്ഥയാണ്. ക്രിയാത്മകമായ ഒരു ജീവിതം നയിക്കാൻ ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, എന്തൊക്കെ വേണം. രണ്ട്, എത്ര അളവിൽ വേണം. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിൽ അനാവശ്യമായവയുടെ പിന്നാലെ നടന്ന് നാം ജീവിതം പാഴാക്കും. ഒടുവിൽ ജീവിത സായാഹ്നത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വിയർപ്പൊഴുക്കി നമ്മൾ നേടിയവയെല്ലാം നമുക്ക് ആവശ്യമുള്ളവയായിരുന്നില്ല എന്ന് തോന്നും. ആ തിരിച്ചറിവ് വൈകിപ്പോകാതിരിക്കാൻ മതി എന്ന് പറയാൻ ശീലിക്കുന്നതാണ് ഏറ്റവും നല്ല പരിഹാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്